കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഷലോം. നമുക്കൊരു വേദഭാഗം ഇപ്പോൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10-ാം വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ. 14-ാമത്തെ വാക്യം കൂടെ വായിക്കും. എല്ലാവരും ചേർന്ന് വായിക്കാം. ഒരു ശബ്ബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ച് കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്നു പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവിടെ നോക്കുമ്പോൾ എന്താണ് കാണുവാൻ കഴിയുന്നത്? അവൾ 18 സംവത്സരമായിട്ട് രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ, 18 വർഷമായിട്ട് എങ്ങനെയുള്ള ആത്മാവ് ബാധിച്ചിരിക്കുന്നു? രോഗാത്മാവ് ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൾക്ക് ഒട്ടും നിവരുവാൻ കഴിയുന്നില്ല. ഈ ഒരു രോഗത്തിൽ ആയിരിക്കുന്ന എളിയവളായ സ്ത്രീ അവിടെ ആ പള്ളിയിൽ എല്ലാവരോടുമൊപ്പം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വന്നു. അവർ വളരെ ബലഹീനയായിരിക്കുന്ന സമയത്തും ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ ദൈവം എനിക്ക് സൗഖ്യം നൽകാനിടയാകും എന്ന വിശ്വാസത്തോടെ ആയിരിക്കും അവിടേക്ക് വന്നിരിക്കുന്നത്. പിശാചിനാൽ എല്ലാ ദിവസവും അവൾ ബലഹീനപ്പെട്ടുകൊണ്ടേയിരുന്നു. പിശാചിനാൽ എല്ലാ ദിവസവും ബാധിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. പിശാചിനാൽ എല്ലാ ദിവസവും നരകയാതന അനുഭവിച്ചുകൊണ്ട്. ആ സഹോദരിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ദൈവസന്നിധിയിൽ ചെന്നാൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്നാൽ നിശ്ചയമായിട്ടും അവിടെ ജീവനുള്ള ദൈവമുണ്ടായിരിക്കുന്നത് കൊണ്ട് അവനെന്നെ സൗഖ്യപ്പെടുത്തും എന്ന വിശ്വാസത്തോടുകൂടി ഒരുപക്ഷെ അവൾ വന്നിരിക്കാം. ഒരുപക്ഷെ അത് കണ്ടുകൊണ്ടായിരിക്കാം ദൈവം ആ ദിവസം, സ്ത്രീയേ, ഒരു നിമിഷം ഇങ്ങ് വരിക, ഇവിടേക്ക് വരിക എന്ന് വിളിച്ചു. ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ക്ലാസ്സിൽ വിക്കനായ ഒരുവനുണ്ടെന്നിരിക്കട്ടെ. ഞാനും ചെറിയ പ്രായത്തിൽ ഒരു വിക്കനായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തെലുഗു സബ്ജക്റ്റ് എടുക്കുമ്പോൾ സാറിൻ്റെ അരികിൽ വന്ന് സംസാരിക്കില്ല. എടാ സാരമില്ല, നീ അവിടെ ഇരുന്നോ എന്ന് പറയും. കാരണം ഞാൻ പറയുന്ന അബദ്ധമായിരിക്കും. കാരണം സംസാരിക്കാൻ എനിക്ക് വിക്കായിരുന്നു. ക്ലാസ്സിലൊരു വിക്കനുണ്ടെന്നിരിക്കട്ടെ. ടീച്ചർ അവനോട് എഴുന്നേൽക്ക എന്ന് പറയുകയാണെങ്കിൽ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ എന്തു ചെയ്യും? അപ്പോൾ ഉറക്കെ പറയുക, ഉറക്കെ പറയുക, ചിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? മുടന്തനായ ഒരുവനുണ്ടെന്നിരിക്കട്ടെ. അവനെ കണ്ടിട്ട് ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചാൽ ക്ലാസ്സിലുള്ള ആളുകൾ എന്ത് ചെയ്യും? അവൻ വരുന്നത് കണ്ടുകൊണ്ട് ചിരിക്കാനിടയാകും, പരിഹസിക്കും. പ്രിയ സഹോദര, സഹോദരി, 18 വർഷമായിട്ട് അല്പം പോലും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ആ പള്ളിയിലുണ്ടായിരുന്നപ്പോൾ, സ്ത്രീയേ, എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് യേശു വിളിക്കുമ്പോൾ ചുറ്റുപാടുമുള്ളതായ ആളുകൾ ഇപ്പോൾ കാണാം എങ്ങനെ നടന്നു പോകുന്നു എന്ന്, എങ്ങനെ നടക്കുന്നത് കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് അവരെ കണ്ട് ചിരിച്ചു കാണില്ലേ? നിശ്ചയമായിട്ടും കൂനിപ്പോയതായ ആ പാവം സ്ത്രീ, അവൾ കൂനി കൂനി മുൻപോട്ട് പോകുമ്പോൾ ആ പള്ളിയിലുള്ള എല്ലാവരും ചിരിച്ചിരിക്കാം. സഹോദരീ, സഹോദര, ദയവുചെയ്ത് ശ്രദ്ധിക്കുക. ഒരുപക്ഷേ നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടായിരിക്കുന്ന ബലഹീനത കൊണ്ട്, നന്നായിട്ട് നിനക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹിതർ കളിയാക്കി ചിരിക്കാറുണ്ടോ? നീ നല്ല അറിവോ ജ്ഞാനമോ ഉള്ളവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹിതർ നിന്നെ കളിയാക്കാറുണ്ടോ? നിനക്ക് നല്ല ജോലിയോ വഴിയോ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ബന്ധുക്കൾ നിന്നെ നോക്കി നിന്ദിക്കാറുണ്ടോ? ഞാൻ അതിനെ സംബന്ധിച്ചൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ ജീവിതം എന്താണ്, അതിനെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു പാട്ടായിരുന്നു. ഒരു യോഗ്യതയുമില്ലാത്ത മനുഷ്യനായിരുന്നു. ഒരിക്കലും ഉയർന്നു വരുവാൻ അവസരവുമില്ല. എല്ലാവരും എന്നെ നോക്കി നിന്ദിച്ച് തള്ളിയപ്പോൾ എൻ്റെ കർത്താവ് എന്നെ നോക്കി. മനസ്സിലാകുന്നുണ്ടോ? അറിവോ വിദ്യാഭ്യാസമോ ഇല്ലെന്ന് പറഞ്ഞ്, സൗന്ദര്യമോ ആരോഗ്യമോ ഇല്ലെന്ന് പറഞ്ഞ്, അഴകും ആരോഗ്യവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട്, വിദ്യാഭ്യാസമോ അറിവോ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നോക്കി അനേകം ആളുകൾ നിന്ദിച്ചപ്പോൾ എൻ്റെ കർത്താവ് എന്നെ കണ്ട് വിളിച്ചു. ഇതാണ് ഞാൻ എഴുതിയ ആ പാട്ടിൻ്റെ അർത്ഥം. കാരണം ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് വിദ്യാഭ്യാസം അറിവോ ഇല്ലെന്ന് പറഞ്ഞ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നിന്ദിച്ച സമയത്ത്, എല്ലാവരാലും പരിഹസിക്കപ്പെടുന്ന ഒരു ബാലനെ എൻ്റെ കർത്താവായ യേശുക്രിസ്തു കണ്ടു.
അതാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? നിനക്ക് വണ്ണമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നീളമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നിനക്ക് നല്ല ആരോഗ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട്, വലിയ വിദ്യാഭ്യാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട്, അഴകും ആരോഗ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട്, സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ്, വിക്കനാണെന്ന് പറഞ്ഞ്, നന്നായ കേൾവിയില്ല എന്ന് പറഞ്ഞ്, ആരെങ്കിലും നിന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണെങ്കിൽ എൻ്റെ കർത്താവ് നിന്നെ തന്നെ നോക്കുകയാണ്. നിന്നെ അവൻ ശ്രദ്ധിക്കുകയാണ്. അന്ന് ആ പള്ളിയിൽ അനേകം ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ അവരെ യേശു നോക്കിയില്ല. യേശു നോക്കിയത് അവിടെ ഉണ്ടായിരുന്ന ഒരേയൊരു സ്ത്രീയെ. ആരാണെന്നറിയാമോ? 18 സംവത്സരമായിട്ട് ആർക്കും അവരെ സൗഖ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല, ആർക്കും അവരെ നിവർത്തി നിർത്തുവാൻ കഴിഞ്ഞില്ല, ആർക്കും അവർക്കൊരു വിടുതൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള എളിവളായ ഒരു സ്ത്രീ, 18 വർഷമായിട്ട് നേരെ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്തവൾ, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് അവൾ വന്നുകൊണ്ടേയിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കും. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? എൻ്റെ സ്ഥിതി വളരെ മോശമാണ്, എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, എൻ്റെ കുടുംബസ്ഥിതി വളരെ മോശമാണ്, സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, എവിടെ തിരിഞ്ഞാലും കഷ്ടതകളാണ്, എവിടെ തിരിഞ്ഞാലും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. ഇന്നൊരു പ്രശ്നമാണെങ്കിൽ നാളെ മറ്റൊരു പ്രശ്നമാണ്. തീരാത്തതായ പല പല പ്രശ്നങ്ങൾ എന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും എന്തുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ വരുന്നുവെന്നറിയാമോ? ഏതെങ്കിലും ഒരു ദിവസം കർത്താവിൻ്റെ ദൃഷ്ടി എൻ്റെ മേൽ വീഴാനിടയാകും എന്നുള്ള വിശ്വാസമാണ്. എന്നെങ്കിലും അവൻ എന്നെ കാണുമെന്നുള്ളതായ ഒരു വിശ്വാസമാണ്. ഏതെങ്കിലും ഒരു ദിവസം അവൻ എന്നെ ദർശിക്കും എന്നുള്ള വിശ്വാസത്തോടാണ് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ദിവസം തന്നെ ആ കർത്താവ് നിന്നെ ദർശിക്കാനിടയാകും. ഈ ദിവസം തന്നെ എൻ്റെ കർത്താവ് നിന്നെ വിളിക്കാനിടയാകും, സൗഖ്യപ്പെടുത്താനിടയാകും. അതെന്താണ് സംഭവിച്ചത്? ആ സ്ത്രീയെ കർത്താവ് കണ്ടു. അവൾക്ക് രോഗമാണെങ്കിലും, നന്നായി നടക്കാൻ കഴിയില്ല എങ്കിലും, നിവർന്നു നിൽക്കാൻ കഴിയില്ല എങ്കിലും, അവൾ കടന്നു വരുമ്പോൾ എല്ലാവരും അവളെ നോക്കി നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും അവൾ മുടങ്ങാതെ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നത് അവൻ കണ്ടു. സ്ത്രീയെ, എൻ്റെ അരികിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചിരിക്കാം. ചിരിച്ച് തള്ളി അവരുടെ മുൻപിൽ തന്നെ സ്ത്രീയെ എൻ്റെ അരികിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്തു ചെയ്തെന്നറിയാമോ? യേശു വിളിച്ച ഉടനെ തന്നെ, ഈ ഗുരു എന്താണ് പറയുന്നത്? കൂനിയായി നടക്കാൻ കഴിയാത്ത എന്നോടാണല്ലോ മുൻപോട്ട് വരാനായിട്ട് പറയുന്നത്. എല്ലാവരുടെയും മുൻപിൽ വെച്ച് കൂനിയായ ഞാൻ പതിയെ പതിയെ നടന്നു ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ കണ്ട് ചിരിക്കില്ലേ, എന്നെ നിന്ദിക്കുകയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നില്ല. യേശുവിൻ്റെ അരികിലേക്ക് പോയാൽ, ആലയത്തിലേക്ക് പോയാൽ, വചനവുമായിട്ട് പോയാൽ ആളുകൾ നിന്ദിക്കും, എൻ്റെ വീട്ടുകാർ എന്നെ പരിഹസിക്കും, എൻ്റെ നാട്ടുകാരെന്നെ നിന്ദിക്കും, മറ്റുള്ള സമൂഹം എന്നെ പഴിക്കും, എൻ്റെ ബന്ധുക്കൾ എന്നെ പരിഹസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് വരുവാൻ ശങ്ക കാണിക്കുന്ന അനേകം ആളുകളുണ്ട്. എന്നാൽ ആ ദിവസം നിന്ദിക്കുന്ന മനുഷ്യരുടെ മധ്യയിൽ വെച്ച് യേശു അവളെ മുൻപോട്ട് വിളിച്ചപ്പോൾ ഒരു നിമിഷം പോലും അവൾ മടി കാണിക്കാതെ അവൾ എന്താണ് ചെയ്തത്? യേശുവിൻ്റെ അരികിലേക്ക് നടന്നു വന്നു. സ്ത്രീയെ, നിനക്ക് വിടുതൽ ലഭിച്ചിരിക്കുന്നു എന്ന് അവന് പറയാൻ കഴിയും. കാരണം നമുക്കറിയാം, 38 വർഷമായിട്ട് കിടന്നവനോട് യേശു എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ 38 വർഷമായിട്ട് കിടന്നതായ ആ മനുഷ്യൻ എന്തു ചെയ്തു? എഴുന്നേറ്റു. ലാസറേ എന്ന് യേശു വിളിച്ചപ്പോൾ മരിച്ച് നാറ്റം വമിച്ച് അഴുകിത്തുടങ്ങിയ ലാസറിന്റെ ശവത്തിലേക്ക് ജീവൻ വന്നു. ലാസർ പുറത്തേക്ക് നടന്നു വന്നു. അതായത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, യേശു കർത്താവ് നിങ്ങളെ നോക്കിയൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, അത്ഭുതം സംഭവിക്കും. എന്നാൽ 18 വർഷങ്ങളായിട്ട് കൂനായിട്ട് നടക്കുവാൻ കഴിയാതെ നടുവളഞ്ഞിരിക്കുന്നതായി അങ്ങനെ ബുദ്ധിമുട്ടി നടക്കുന്ന ആ സ്ത്രീയുടെ പ്രായമെന്ത് നമുക്കറിയില്ല. യേശുവിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ, സ്ത്രീയെ, ഇപ്പോൾ നേരെ നിൽക്കാ എന്ന് യേശുവിന് പറയാം. എന്നാൽ അവൻ അങ്ങനെ പറഞ്ഞില്ല. അവളുടെ തലയുടെ മേൽ അവൻ കൈവച്ചു. കാരണം അറിയാമോ? ആദരിക്കുകയാണ്. എന്താണ്? ആദരിക്കുകയാണ്, വാത്സല്യം കാണിക്കുകയാണ്. എൻ്റെ കർത്താവിന് അറിയാം ആരെ എങ്ങനെ ആദരിക്കണമെന്ന്, സ്നേഹത്തോടെ സംസാരിക്കണമെന്ന്. എങ്ങനെയാണ് വിളിച്ചത്? സ്ത്രീയെ,
ഇതാണ് എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതിനു വേണ്ടി ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ള ആളുകൾ വരെ തയ്യാറായി ചുറ്റും കൂടി നിൽക്കുന്നു. ഗുരു, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ന്യായപ്രമാണത്തിൽ പറയുന്നുവല്ലോ, ഇപ്പോൾ നീ എന്താണ് പറയുന്നത്? അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങളിൽ ആദ്യം പാപമില്ലാത്തവൻ ആരാണോ അവൻ തന്നെ ആദ്യം അവളെ കല്ലെറിയട്ടെ. അപ്പോൾ ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ള ആളുകൾ വരെ തങ്ങളുടെ കയ്യിലിരുന്ന കല്ലുകൾ താഴെയിട്ടിട്ട് അവിടെ നിന്നും കടന്നുപോയി. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് ആരാണ് ബഹുമാനം കൊടുക്കുന്നത്? ആരാണ് വില കൽപ്പിക്കുന്നത്? അന്ന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നോക്കിയിട്ട് യേശു എന്താണ് വിളിച്ചത്? സ്ത്രീയേ. ആ ഒറ്റ വിളിയിൽ തന്നെ വ്യഭിചാര സ്ത്രീയുടെ കഠിന ഹൃദയം അപ്പോൾ അലിഞ്ഞു പോകുവാൻ ഇടയാക്കി. ഉടനെ അവൾ പറഞ്ഞു, കർത്താവേ, എന്നെ ആരും ശിക്ഷിച്ചില്ല. മകളെ, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. പാപിയെ പ്രാണനെപ്പോലെ സ്നേഹിച്ചവനാണ്, പാപിയെ സ്നേഹത്തോടെ വിളിക്കുവാൻ കഴിയുന്നവനാണ് എൻ്റെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. അവിടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടും യേശു സ്നേഹത്തോട് തന്നെ സംസാരിച്ചു. അനേകം ആളുകളുടെ നിന്ദയ്ക്കും പരിഹാസപാത്രത്തിനുമിടയായ നടു വളഞ്ഞു പോയതായ ആ സ്ത്രീയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും യേശു അവളെ സ്നേഹത്തോടെ വിളിച്ചു. വിളിച്ച ഉടനെ തന്നെ അവർ അനുസരിച്ചു. മകനെ, മകളെ, യേശു നിന്നെ വിളിക്കുന്ന സമയത്ത് നീ ഉടനെ തന്നെ വരിക. ഒരു മടിയും കാണിക്കരുത്. യേശു വിളിക്കുന്ന സമയത്ത് വന്നാൽ നിനക്ക് വിടുതൽ ലഭിക്കും. യേശു വിളിക്കുന്ന സമയത്ത് ആ വിളിയെ അനുസരിച്ചാൽ നിനക്ക് സൗഖ്യം ലഭിക്കും. സ്ത്രീയെ, എൻ്റെ അരികിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ അവർ ഉടനെ തന്നെ വന്നു. എത്രത്തോളം അടുത്തു വന്നെന്നറിയാമോ? അവൻ ടച്ച് ചെയ്താൽ, ബൈബിളിൽ എന്താണ് പറയുന്നത്? അവൻ അവളുടെ മേൽ കൈവച്ചു. 13-ാം അധ്യായം 13-ാം വാക്യം. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവം എന്നെ തൊടണം എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കരമുയർത്താമോ? ശരി. ദൈവം നിന്നെ തൊടണം എന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ വിട്ട് അകന്നു പോകണം. അങ്ങനെയാണോ? ദൈവം നിന്നെ തൊടണമെങ്കിൽ നീ എവിടെ ഉണ്ടായിരിക്കണം? പറയുക, ഉറക്കെ പറയുക. ദൈവം നിന്നെ തൊടണമെങ്കിൽ നീ ദൈവത്തോട് അടുത്ത് വരണം. ദൈവം നിന്നെ ദർശിക്കണമെങ്കിൽ ദൈവത്തിനും നിനക്കും തമ്മിൽ ഒരു തടസ്സവുമില്ലാതെ നീ ദൈവത്തോട് അടുത്ത് വരണം. ദൈവം നിന്നെ ദർശിക്കണം, ദൈവം നിന്നെ തൊടണം, ദൈവം നിനക്ക് സൗഖ്യം തരണം. നിന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ മധ്യയിൽ നിനക്ക് ഉയർച്ച ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? സ്ത്രീയെ, എൻ്റെ അരികിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്തു ചെയ്തു? ഉടനെ തന്നെ അവൻ്റെ വാക്കുകൾ അനുസരിച്ച് ചിരിക്കുന്ന ആളുകളുടെ മധ്യയിൽ തന്നെ മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന് ആലോചിക്കാതെ യേശുവിൻ്റെ അരികിലേക്ക് വന്നു. ഫലമായി താൻ യേശുവിനെ മഹത്വപ്പെടുത്തി. യേശു തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. സ്ത്രീയെ, എഴുന്നേൽക്കുക, നിൽക്കുക എന്ന് പറഞ്ഞ് ടച്ച് ചെയ്ത ഉടനെ തന്നെ അവൾ എഴുന്നേറ്റ് നിന്നു. സ്പോൺസേഴ്സ് മീറ്റിങ്ങിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിനായിട്ട് വെളിയിലേക്ക് ഞാൻ വരുന്ന സന്ദർഭത്തിലാകട്ടെ, പ്രായമുള്ള ആളുകൾ, അമ്മയുടെ പ്രായമുള്ള ആളുകൾ, അവരെ കാണുന്ന സമയത്ത് ഞാൻ അവരോട് സംസാരിക്കും. എന്നാൽ നിശ്ചയമായിട്ടും അവരുടെ തോളിൽ കൈവച്ച് അമ്മേ സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കും. കാരണം അറിയാമോ? സംസാരം വേറെയാണ്, പറയുക ആശ്വാസത്തോടു കൂടിയതായ സ്പർശനം വേറെയാണ്. അമ്മേ സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് വലിയ ആശ്വാസം കൊടുക്കുന്നു. അതുപോലെ അനുജന്മാരെ കാണുമ്പോൾ എങ്ങനെയുണ്ടടാ, സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ച് തോളിൽ തട്ടി ഞാൻ സംസാരിക്കാറുണ്ട്. പ്രിയ സഹോദര, സഹോദരി, വാത്സല്യത്തോടു കൂടി പെരുമാറുക എന്നത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടെന്നാൽ അവനെപ്പോലെ നന്നായി പെരുമാറുവാൻ കഴിയുന്നവൻ, അവനെപ്പോലെ സ്നേഹിക്കുവാൻ കഴിയുന്നവൻ ഈ ലോകത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ആ ദിവസം അവൾ യേശു വിളിച്ചപ്പോൾ അതനുസരിച്ച് അടുത്തു വന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അവൻ്റെ വിളിയെ അനുസരിക്കൂ. മകനെ, എൻ്റെ അരികിലേക്ക് വരൂ.
നിന്റെ ജീവിതം എനിക്ക് സമർപ്പിക്കൂ, എൻ്റെ വാക്കനുസരിക്കൂ. ഇങ്ങനെ ദൈവം നിന്നെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അവന് സമർപ്പിക്കാൻ അരുളി ചെയ്യുന്ന സമയത്ത് ഉടനെ തന്നെ വചനത്തോട് പ്രതികരിച്ച് നിന്റെ ജീവിതത്തെ കർത്താവിനു വേണ്ടി സമർപ്പിച്ചാൽ, കേൾക്കൂ, നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. 2, കർത്താവിനെ ടച്ച് ചെയ്യണം, കർത്താവിനെ തൊടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ കർത്താവിനോട് ചേർന്ന് വരയണം. അവൾ കർത്താവിനോട് ചേർന്ന് വരുവാനിടയായി. പറഞ്ഞവസാനിപ്പിക്കാം. അവൾ എപ്പോഴാണോ കർത്താവിനോട് അടുത്തു വന്നത്, അവൻ അവളുടെ മേൽ കൈവച്ചു. വീണ്ടും പറയട്ടെ, അവനെന്താണ് ചെയ്തത്? അവളുടെ മേൽ, അവളുടെ തലമേൽ കൈവച്ചു. ചില ഉപദേശകർ ഇന്ന് പറയാറുണ്ട്, നിങ്ങൾക്ക് എവിടെയാണോ രോഗമുള്ളത് നിങ്ങൾ തന്നെ അവിടെ കൈവയ്ക്കുക. ഇതെന്താണ്? എനിക്ക് രോഗമുണ്ടായിരിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ കൈ, ഇതെങ്ങനെയാണെന്നറിയാമോ? ആരോ കുഴിയിൽ വീണുപോയെന്നിരിക്കട്ടെ. കുഴിയിൽ വീണ വ്യക്തിയെ വെളിയിലേക്ക് കരയറ്റണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? അവൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് വലിക്കണം. ഇപ്പോൾ അവൻ അങ്ങനെയല്ലാതെ അവൻ്റെ മുടിക്ക് തന്നെ അവൻ പിടിച്ച് പുറത്തേക്ക് വലിക്കുകയാണ്. അവൻ്റെ മുടി പിടിച്ച് അവൻ തന്നെ പുറത്തേക്ക് വലിച്ചാൽ അവൻ വെളിയിലേക്ക് വരുമോ? നിനക്കെന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ രോഗമുള്ളവളായ നീ നിന്റെ കൈ നിന്റെ തലമേൽ വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഈ ഉപദേശങ്ങൾ? എനിക്ക് മനസ്സിലാകുന്നില്ല. കൈവയ്ക്കേണ്ടത് നീയല്ല സഹോദരാ, എൻ്റെ കർത്താവായ യേശുവാണ്. അതാണ് വചനപ്രകാരമുള്ള ഉപദേശം. നിന്റെ മേലെ നീ എന്താണ് ഒരു അർത്ഥവുമില്ലാതെ കൈവയ്ക്കുന്നത്? എന്തുകൊണ്ടോ? പറയുകയാണ്, വചനം സംസാരിച്ചാൽ നല്ലതാണ്, വചനം ധ്യാനിച്ചാൽ നല്ലതാണ്. എപ്പോഴും ശാരീരികമായ സൗഖ്യത്തിന് വേണ്ടി മാത്രം പോരാടിയാൽ, അവയെ മാത്രം പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചാൽ, വചനത്തെ വിട്ട് അകന്നുപോയിട്ട് വചനത്തിന് വിരുദ്ധമായിട്ട് ദൈവവേല ചെയ്ത് അവസാനം സ്വർഗം മിസ്സായി പോയാൽ അപകടമാണ്. ആ ദിവസം യേശു അവളുടെ തലമേൽ കൈവച്ചപ്പോൾ അവൾ നേരെ നിവർന്ന് നിന്നു. അവൾ നേരെ നിന്നു. 18 വർഷമായിട്ട് അവൾ നേരെ നിന്ന ചരിത്രമില്ല. ഇന്നങ്ങനെ പറയുന്ന ആരെങ്കിലുമുണ്ടോ? ദേവദാസ, കുറേ വർഷങ്ങളായിട്ട് എനിക്ക് നേരെ നിൽക്കാൻ കഴിയുന്നില്ല, നേരെ ഇരിക്കാൻ കഴിയുന്നില്ല. ചില സമയത്ത് നമ്മൾ തന്നെ പറയണ്ടേ, എടാ കുറച്ച് നിവർന്ന് കാര്യങ്ങൾ നോക്കുക, ശരിയല്ലേ? ഇവൻ്റെ നോട്ടങ്ങളൊന്നും നേരെയല്ല എന്ന് പറയാറുണ്ട്. ഇവൻ നേരെ നിൽക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവൻ അനുസരണത്തോടെ ജീവിക്കുന്നില്ല. അവൾക്ക് 18 വർഷമായിട്ട് നിവർന്നു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ദേവദാസ, എൻ്റെ നോട്ടം ശരിയാകുന്നില്ല, എൻ്റെ ആലോചനകൾ ശരിയാകുന്നില്ല, എൻ്റെ മനസ്സും ശരിയല്ല, എൻ്റെ വാക്കുകളും ശരിയല്ല, എല്ലാം കാപട്യമാണ്. കപടം നിറഞ്ഞ ആലോചനകളും വാക്കുകളും നടപ്പും എല്ലാമാണ്. കാപട്യം നിറഞ്ഞതായ ജീവിതമാണ്. അതാണെൻ്റേത്. എങ്കിൽ കർത്താവ് പറയുകയാണ്, നീ എൻ്റെ അരികിലേക്ക് വന്നാൽ നിനക്ക് നേരെയുള്ളൊരു ജീവിതം ഞാൻ തരും. എൻ്റെ അരികിലേക്ക് വരികയാണെങ്കിൽ എവിടെയാണോ നീ കൂനിപ്പോയത് അവിടെ നിന്റെ ജീവിതത്തിൽ നിന്നെ ഞാൻ നേരെ നിർത്താനിടയാകും. അപ്പോൾ നീ എന്തു ചെയ്യുമെന്നറിയാമോ? അവളുടെ നേരെ നിവർന്നു നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ആർക്കാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നത്? നേരെ നിൽക്കാൻ കഴിയുന്നവർക്കാണ്. ഇടയ്ക്കിടയ്ക്ക് വളഞ്ഞു പോകുന്നവരല്ല, പാപത്തിന് വീണു പോകുന്നവരല്ല. ആരാണോ പാപത്തെ നേരിട്ടുകൊണ്ട് നിവർന്നു നിൽക്കുന്നത് അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയൂ. വചനം പറയുന്നു, അത്യുന്നതങ്ങളിൽ എന്താണ് പറയുന്നത്? ദൈവത്തിന് മഹത്വം. എങ്കിൽ നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വം വന്നാൽ ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് എന്താണ്? സമാധാനം. മനസ്സിലാക്കുക, നീ കാരണം അവിടെ അവന് മഹത്വമുണ്ടായാൽ ഈ ഭൂമിയിൽ അവൻ്റെ സമാധാനം നിന്റെ മേൽ ഇറങ്ങിവരും. നിന്റെ ജീവിതത്തിൽ സമാധാനം വേണമോ? നിന്റെ കുടുംബത്തിൽ സമാധാനം വേണമോ? എങ്കിൽ കേൾക്കുക, നീ സ്ട്രെയിറ്റായിട്ട് നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് പാപത്തിന് മുന്നിൽ വീണു പോകരുത്, താണു പോകരുത്, പിശാചിൻ്റെ കയ്യിൽ അകപ്പെടരുത്. സ്ട്രെയിറ്റായിട്ട് നിൽക്കണം. നേരെ നിൽക്കുന്നവർക്ക് മാത്രമേ, നേരായി ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയൂ. ഇന്ന് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ വരികയാണ്.
എന്നെ നീ തൊടയണമേ. നീ എന്നെ തൊടുകയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും പറയുക? നമ്മൾ നിവർന്ന് നിൽക്കുന്നവരാകും. ഇതിനു മുമ്പ് എവിടെയൊക്കെയാണോ വീണുപോയത്, വളഞ്ഞു പോയത്, അവയെല്ലാം ജയിക്കാൻ കഴിയും. കർത്താവിൻ്റെ ഹിതം പോലെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വരൂ പ്രാർത്ഥിക്കാം. പരിശുദ്ധനേ, ആയിരിക്കുന്ന നിലയിൽ തന്നെ ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ കരുത്തിലേക്ക് സമർപ്പിക്കുകയാണ്. രോഗാത്മാവ് ബാധിച്ചിട്ട് പല രീതിയിൽ അവൻ ഞങ്ങളെ ബലഹീനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആത്മസംബന്ധമായ ബലഹീനതകൾ, ശാരീരികമായിട്ടുള്ള ബലഹീനതകൾ, സാമ്പത്തിക രീതിയിലുള്ള ബലഹീനതകൾ, മാനസികമായിട്ടുള്ള ബലഹീനതകൾ, സകല വിധത്തിലുള്ള ബലഹീനതകളിൽ നിന്ന് ഞങ്ങളെ നീ വിടുവിക്കണമേ. ഞങ്ങളുടെ പാദം മുതൽ ശിരസ് വരെയും കർത്താവേ, നിന്റെ വലിയ ശക്തിയാ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നേരെ സംസാരിക്കണം, ഞങ്ങൾ നേരെ നിൽക്കുവാനിടയാകണം. കപട വാക്കുകൾ പറയാതെ, അസത്യം സംസാരിക്കാതെ, കപടമായ വാക്കുകൾ, കപടമായ നടപ്പ്, കപടമായ കിടക്ക, ഇതൊന്നും ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ പാടില്ല. അവയെ പൂർണ്ണമായും ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ. കർത്താവേ, സ്ഥിരതയുള്ള ഒരു ഹൃദയവും, സ്ഥിരതയുള്ള ഒരു ആത്മീയതയും, സ്ഥിരതയുള്ള ഒരു മനസ്സും, സ്ഥിരതയുള്ള സംസാരവും, സ്ഥിരതയുള്ള പ്രാർത്ഥനാ ജീവിതവും, സ്ഥിരതയുള്ളതായ സാക്ഷ്യവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. കർത്താവേ, ദിവസം ആരൊക്കെയാണോ നിന്റെ വിളി കേട്ടുകൊണ്ട് നിന്റെ സ്പർശനത്തിനു വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവേ, അവരെ തൊടയണമേ, അവരെ സ്പർശിക്കണമേ, ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ തൊടയണമേ, ഞങ്ങളുടെ പ്രാണാത്മ ശരീരങ്ങളെ സ്പർശിക്കണമേ. ബലഹീനമായിരിക്കുന്ന ഞങ്ങളെ സ്പർശിക്കണമേ. ബലഹീനമായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ തൊടയണമേ. ബലഹീനമായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ. ബലഹീനമായിരിക്കുന്ന ഞങ്ങളുടെ വ്യാപാരത്തെ ദർശിക്കണമേ. എപ്പോൾ നഷ്ടപ്പെടുമെന്നറിയാതിരിക്കുന്നതായ ജോലിയെ സ്ഥിരപ്പെടുത്തണമേ. കർത്താവ്, ഇപ്പോൾ ആരൊക്കെയാണോ ആയിരിക്കുന്ന നിലയിൽ തന്നെ നിന്റെ കരങ്ങളിലേക്ക് അവരെ തന്നെ സമർപ്പിക്കുന്നത്, അവരെ എല്ലാവരെയും നേരെ നിർത്തിക്കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുന്ന ജീവിതം കൊടുക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.